ശ്രീ ജോൺ, സതുദ്ദേശപരമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ യുവാക്കളും അവിടെ മഹിളകളും ഒക്കെ പല അല്ലെങ്കിൽ സീറ്റ് പാർട്ടിക്ക് വേണ്ടി ഒട്ടേറെ കഷ്ടപ്പെട്ട ആളുകളും ഒക്കെ തന്നെ ഉന്നയിച്ച വിഷയങ്ങൾ സുധീരൻ പറയുന്നുണ്ടെങ്കിലും എത്രത്തോളം മേൽക്കൈ രാഹുൽ ഗാന്ധി എന്തായാലും ഇടപെടുന്നു? അതേ പട്ടിക സുധീരൻ മുന്നോട്ട് വെച്ച പട്ടിക അതേ രീതിയിൽ അംഗീകരിക്കുമോ? അതോ കേരളത്തിലെ സാഹചര്യങ്ങളുണ്ട്, ഗ്രൂപ്പുകൾ പിന്നിലുണ്ട്, ഒരുമിച്ച് നിൽക്കുന്നു, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് സുധീരൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അത്ര പൂർണ്ണമായ അർത്ഥത്തിൽ മുഖവിലേക്ക് എടുക്കാൻ കഴിയുമോ ഹൈക്കമാൻഡിന്? ഈ ചർച്ചകൾ ഏത് ദിശയിലായിരിക്കും? ഒരുപക്ഷെ നാളെയും മറ്റന്നാളും എന്തായാലും ഒരു തീർപ്പിലേക്ക് പോകണമല്ലോ. സംഭവിക്കുന്നത് ഇപ്പം സുധീരൻ പ്രധാനമായും 5-6 മണ്ഡലങ്ങളിലെ കാര്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മണ്ഡലങ്ങളിലെ എല്ലാം ഒരു മാറ്റം നടക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ KPCC പ്രസിഡന്റ് പറയുന്നത് പൂർണ്ണമായും തള്ളിക്കളയാൻ ഒരിക്കലും ഹൈക്കമാൻഡ് തയ്യാറായിട്ടില്ല. കേരളത്തിലെ ഏത് കാലഘട്ടത്തിലാണെങ്കിലും KPCC പ്രസിഡന്റ് പറയുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ എല്ലാം പൂർണ്ണമായി അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഭാഗികമായെങ്കിലും അത് അംഗീകരിക്കപ്പെടേണ്ടി വരും. അതിൻ്റെ സൂചന വ്യക്തമാണ്. നേരത്തെ പ്രജീഷ് പറഞ്ഞതിൻ്റെ കൂട്ട് ഏതെങ്കിലുമൊക്കെ സീറ്റുകളിലെങ്കിലും ചില മാറ്റങ്ങൾ ഉണ്ടാകേണ്ടി വരും. അത് കോൺഗ്രസിൽ, സംസ്ഥാന കോൺഗ്രസിൽ അത് എങ്ങനെയൊക്കെ ബാധിക്കും, ഇവിടുത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നായിരിക്കും അറിയാൻ പോകേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഈ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഈ സീറ്റുകളിലൊക്കെ വരാൻ പോകുന്നത് യുവാക്കളായിരിക്കില്ല. പക്ഷേ യുവാക്കളെ സംബന്ധിച്ചോളം പുതിയൊരാവേശം ലഭിക്കും. ശ്രീ VM സുധീരൻ എന്ന വ്യക്തി ഒറ്റയ്ക്ക് നടത്തുന്ന പോരാട്ടം, ഗ്രൂപ്പുകൾക്കെതിരെ, പ്രബലമായ 2 ഗ്രൂപ്പുകൾക്കെതിരെ അദ്ദേഹം ഒറ്റയ്ക്ക് നടത്തുന്ന പോരാട്ടത്തിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നത് ഇവിടെ നിൽക്കുന്ന ഒരു 2ാം തലമുറയ്ക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പുകളുമായൊക്കെ അകന്നു കഴിയുന്നവർക്ക് അല്ലെങ്കിൽ പുതിയ ചെറുപ്പക്കാർക്ക് ഒരു ആവേശം കൊടുക്കും. അദ്ദേഹത്തിലേക്ക് അവർ ആകൃഷ്ടരായിരുന്നാൽ ഇവിടെ AK ആന്റണിയുടെ നിലപാട് ഒരു പക്ഷേ ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്ന ഒരു പക്ഷേ ചൂണ്ടിക്കാട്ടുന്നത് AK ആന്റണി എന്ത് നിലപാടായിരിക്കും ഒരു പക്ഷേ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതും സ്വീകരിക്കാൻ പോകുന്നത്? ഒരിക്കലും AK ആന്റണി പഴയതുപോലെയുള്ള തന്ത്രപരമായ സമയം അദ്ദേഹം എപ്പോഴും അഴിമതിക്കാരെ നിർത്തണം എന്ന് അദ്ദേഹത്തിന് പരസ്യമായി ആവശ്യപ്പെടാൻ പറ്റുമോ? സ്ഥിരമായി മത്സരിക്കുന്നവരെ മാറ്റി നിർത്തണം എന്ന് സുധീരൻ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നാൽ അത് ശരിയല്ല സുധീരൻ എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരഭിപ്രായവും പുറത്തു പറയും എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആയ നിലപാട് ഒരുപക്ഷെ ഹൈക്കമാൻഡിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഈ ലിസ്റ്റ് സ്ക്രീനിങ് കമ്മിറ്റി കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് ചെല്ലുമ്പോൾ വേണ്ടുന്ന സഹായം സുധീരന് നൽകുകയോ മാത്രമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാര്യം ഈ പ്രശ്നമുള്ള സീറ്റുകളെല്ലാം ഹൈക്കമാൻഡിൽ നേരെ പോകുന്നത് തെരഞ്ഞെടുപ്പ് സമിതിയിലേക്കായിരിക്കും. ഹൈക്കമാൻഡ് ആ തീരുമാനം എടുക്കുമ്പോൾ ആവശ്യമായ തീരുമാനം അവിടെ സുധീരൻ്റെ വോയിസ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ വോയിസോ ആയിരിക്കില്ല, അവിടെ AK ആന്റണിയുടെ വോയിസ് ഉണ്ടാവും. AK ആന്റണിക്ക് അറിയാം എന്താണ് ഇവിടെ ചെയ്യേണ്ടത്. അത് ഒരുപക്ഷെ സുധീരൻ്റെ താല്പര്യം കൂടി സംരക്ഷിക്കുന്ന വിധത്തിലായിരിക്കും അദ്ദേഹം ഒരു തീരുമാനം എടുക്കുക എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കും. അതേസമയം മറ്റ് 2 ഗ്രൂപ്പുകളെയും വെറുപ്പിക്കാത്ത, അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ആവശ്യം പൂർണ്ണമായി അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഭാഗികമായെങ്കിലും അംഗീകരിക്കപ്പെടാൻ. താങ്കളിലേക്ക് എത്തുമ്പോൾ അഡ്വക്കേറ്റ് PS സലീം കൂടി ചേരുന്നുണ്ട്. സലീം, അവിടെ സുധീരൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായും രേഖപ്പെടുത്തേണ്ടതല്ലേ? കാരണം ആരോപണ വിധേയരായവർ മത്സരിക്കുന്നത് ശരിയല്ല. കാരണം ഇത്രത്തോളം ആരോപണ വിധേയർ ആയ ഒട്ടേറെ പേരുണ്ട്. അവരൊക്കെ തന്നെ മത്സരിക്കുന്നത് ശരിയല്ല. അത് മത്സരിച്ചാൽ തെറ്റായ ഒരു കീഴ്വഴക്കം എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിലടക്കം വ്യാപിക്കുക. അതുകൊണ്ട് ഒഴിഞ്ഞു നിൽക്കണം, മാറി നിൽക്കണം എന്ന് പറയുന്നത് യുക്തിപരമായ കാര്യമല്ലേ? അതിന് സ്വാഭാവികമായും ഹൈക്കമാൻഡിന്റെ അടക്കം ഒരു പിന്തുണ ലഭിക്കില്ലേ? ഉന്നയിച്ച വിഷയം കാതലല്ലേ? പ്രതീക്ഷ, ഒരു കാര്യം, നിങ്ങൾ ഈ ചർച്ചയെല്ലാം അങ്ങ് തീരുമാനിക്കുമ്പോൾ മാധ്യമങ്ങളിൽ വന്ന ചില ഒരു യാതൊരു ആധികാരികതയും ഇല്ലാത്ത വാർത്തകളുടെ പേരിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ കലാപം ഉണ്ടാകുന്നു. ആ കലാപങ്ങളിൽ KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും ഒക്കെ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഞാൻ താങ്കളിൽ നിന്ന് താങ്കൾ ആദ്യം തന്നെ പ്രതീക്ഷിച്ചതാണ്. കാരണം ഇതിന്റെ ആധികാരിക സംബന്ധിച്ച് അതല്ല, മുഖ്യമന്ത്രി അടക്കം യാത്ര ക്യാൻസൽ ചെയ്ത് ദില്ലിയിൽ നിന്ന് ചർച്ചകൾക്ക് പട്ടികയ്ക്ക് രൂപം നൽകേണ്ടി വരുന്ന സാഹചര്യം, എല്ലാ കാര്യങ്ങളും ഈ ഇത്തരത്തിലാണല്ലോ ശ്രീ സലീം വരുന്നത്. അതുകൊണ്ട് അതിന്റെ ആധികാരിക സംബന്ധിച്ചല്ല, വ്യക്തമായും അവിടെ പ്രതിസന്ധി ഉണ്ട്. ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അതൊരു ഒരു വളരെ ഒരു ഡെമോക്രാറ്റിക് ആയ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനിടയിൽ നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം, നിങ്ങൾ കരുതുന്ന പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുകയുമില്ല. ഇവിടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ഒരു വലിയ ജനാധിപത്യമായ ചർച്ചകൾ നടക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ
അതിനെ പല രീതിയിൽ കോൺഗ്രസിന്റെ പല നേതാക്കന്മാർ സമീപിക്കും. ആ സമീപനങ്ങളിലും ആ നിലപാടുകളിലുമൊക്കെ പുറത്ത് പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമായിരിക്കില്ല എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഇത്തരം ചർച്ചകളിൽ KPC പ്രസിഡന്റ് ഇതിന്റെ നിലപാട് സ്വീകരിക്കുന്നു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അതിനെ എതിർക്കുന്നു, ആഭ്യന്തരമന്ത്രി അതിനോട് വിയോജിക്കുന്നു. ഈ രീതിയിൽ നിങ്ങൾ കാണുന്ന മാധ്യമ വാർത്തയാണെങ്കിൽ ശ്രീ ജോൺ താങ്കളടക്കം ഈ ഇത് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണല്ലോ. സലീം സൂചിപ്പിച്ച ആധികാരികതയെ പറ്റി ശ്രീ KPC സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ സലീം പറഞ്ഞതിനോട് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് യോജിക്കാനാവില്ല. മാധ്യമങ്ങളെ സംബന്ധിച്ചുള്ളത് ചോർത്തി കിട്ടുന്നതിന് പല മാർഗ്ഗങ്ങളുണ്ട്. ഇവിടെ നിന്നും ഈ ബഹുമാനപ്പെട്ട നേതാക്കൾ ഡൽഹിയിലേക്ക് തിരിക്കും മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, സുധീരൻ ഇവിടെ ഇത് കഴിഞ്ഞില്ലെങ്കിൽ പോലും ഡൽഹിയിൽ ഹൈക്കമാൻഡിന് മുന്നിൽ ഒരു മാനദണ്ഡം, സ്ഥാനാർത്ഥി നിർണയത്തിൽ മാനദണ്ഡം വേണം. അഴിമതി ആരോപണ വിധേയരായവരെയും സ്ഥിരം മത്സരിക്കുന്നവരെയും മാറ്റി നിർത്തണം. അതിനകത്ത് നമ്മൾ വ്യക്തമായി പറഞ്ഞിരുന്നു ഇന്ന സീറ്റുകളിൽ പോലും ആയിരിക്കും അതുണ്ടാകുന്നതെന്ന്. സ്വാഭാവികമായിട്ടും അത് തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളെ സംബന്ധിച്ചോളം വാർത്ത കിട്ടാൻ പല മാർഗ്ഗങ്ങളുണ്ട്. അതിപ്പം CPM ആണേലും കോൺഗ്രസ് ആണേലും BJP ആണേലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സോഴ്സ് ഉണ്ട്. ഒരു സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഓതന്റിക് വാർത്തകൾ മാത്രമാണ് മാധ്യമങ്ങളിൽ വരുന്നത്. ചിലപ്പോൾ ചില തെറ്റുകൾ ആധികാരികതയെ ചോദ്യം. ഞാൻ ഒന്നിടപെട്ടോടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളുടെ ഒരു ആധികാരികത ഞാൻ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടല്ല സംസാരിച്ചത്. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ അത് കൃത്യമായി വാട്ടർ പ്രൂഫ് ആണ് എന്ന രീതിയിൽ അതിൽ യാതൊരുവിധ വളരെ ഓതന്റിക് ആണ്. അതിൽ നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളിൽ സീറ്റുകളിൽ തർക്കങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതേപടി അതാണ് ഇപ്പോൾ കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ, കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ, സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പിലൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതാണ് എന്ന് പറയുമ്പോൾ അതിൽ പല കാര്യങ്ങൾക്കും നിങ്ങൾ പ്രേക്ഷകരോട് ധരിപ്പിക്കുന്ന പല കാര്യങ്ങളിലും അതിൽ ഉള്ള നേരിയ വ്യതിയാനങ്ങൾ പോലും അറിയാവുന്ന ആളുകൾ ഈ പാർട്ടിയിലുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു ഏകകണ്ഠമായ നിലപാട് പാർട്ടി അങ്ങനെ എത്തി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നിട്ടും ഞാൻ പറയുന്നു ഞങ്ങളുടെ പാർട്ടിയിൽ ജനാധിപത്യപരമായ ചർച്ചകളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമുണ്ട്. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനം ഏതെങ്കിലും വ്യക്തികൾക്കെതിരായി ഏതെങ്കിലും നേതാവ് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള വ്യാഖ്യാനത്തിലേക്ക് പോകുമ്പോൾ അതിനോട് ഞാൻ വിയോജിക്കുകയാണ്. താങ്കളിലേക്ക് എത്താം. ശ്രീ റഹീം അവിടെ ഈ സലീം ചൂണ്ടിക്കാട്ടിയത് ആധികാരികത സംബന്ധിച്ചാണ്. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമല്ലേ? കാരണം ഇത്രയും ദിവസമായി LDFും അല്ലെങ്കിൽ BJPയോ ഒക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജീവമാകുന്നു. ഇപ്പോഴും അവസാന ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ്. കാര്യങ്ങൾ ഇന്നോ നാളെയോ സ്റ്റിയറിംഗ് കമ്മിറ്റി ഡേറ്റ് അടക്കം മാറ്റി വെക്കേണ്ടി വരുന്നു. അതും ദില്ലിയിലടക്കമാണ്. ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സ്ഥലത്ത് പോലും ഒരു വ്യക്തമായ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയുന്നില്ല. കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴേ പരാജയപ്പെട്ട് കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണിത്. ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധമുന്നണി ഉണ്ടാക്കാൻ വേണ്ടി യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആരാണെന്ന് പറയാൻ കഴിയാത്ത വിധം കോൺഗ്രസ് എന്തിനാണ് പാപ്പരത്തിലേക്ക് പോകുന്നത്? ഞാൻ നേരത്തെ ഉന്നയിച്ച ചോദ്യങ്ങളിൽ നിന്ന് ശ്രീ ഷഫീർ എത്ര ബുദ്ധിപൂർവ്വമാണ് ഒഴിഞ്ഞു മാറിയത്. ഇവിടുത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പല്ല, ജനങ്ങളുടെ പ്രശ്നം. ജനങ്ങളുടെ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന അഴിമതിയാണ്. ഈ അഴിമതിയെ ഇത്രയധികം വെച്ചു വാഴിച്ചത് ശ്രീ VM സുധീരനാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, KPCCയും AICCയും ഇത്രയും അഴിമതിയുടെ പരമ്പര നടന്നപ്പോൾ എന്തുകൊണ്ട് ആരോപണ വിധേയരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ അപ്പോൾ തയ്യാറായില്ല? ഇപ്പോൾ MLA മാറ്റുന്നതിന് പരിമിതിയുണ്ട്, മന്ത്രിസഭയുടെ ഭൂരിപക്ഷം പോവും. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാറുന്നല്ലോ, രോമത്ത് തൊടാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ കഴിയാതിരുന്ന KPCC എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയുടെ ചർച്ചയിൽ എന്തെങ്കിലും അത്ഭുതം സൃഷ്ടിക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. ശ്രീ ജോണിനെ പോലുള്ള മാധ്യമപ്രവർത്തകരോട് സൂചിപ്പിച്ചതുപോലെ ചില ഗിമ്മിക്കുകൾ, ചില മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അത് ഗ്രൂപ്പ് താല്പര്യമാണ്, പൊതുജന താല്പര്യമല്ല. അപ്പോൾ പൊതുജന താല്പര്യം എന്ന് പറയുന്നത് അഴിമതിക്കെതിരായി കോൺഗ്രസ് എന്ന ദേശീയ പട്ടിക നിലപാടുണ്ടോ? അതില്ല എന്നതിൻ്റെ തെളിവാണല്ലോ. ശ്രീ ഷഫീർ അവിടെ മറുപടി പറയണം. കാരണം വ്യക്തമായും സുധീരൻ ഗ്രൂപ്പ് കളിക്കുകയാണ്. കാരണം അതിന്റെ സാഹചര്യം ജോണടക്കം പറഞ്ഞു, ഏതൊക്കെ സാഹചര്യങ്ങളിൽ ധ്രുവീകരണം ഉണ്ടാക്കാം. വ്യക്തമായും അഴിമതിയാണ് ഉദ്ദേശമെങ്കിൽ അദ്ദേഹം നൽകിയ പട്ടികയിൽ പോലും വളരെ ചുരുക്കം പട്ടികയിൽ ഇപ്പോഴും അദ്ദേഹം സമരസപ്പെടാൻ തയ്യാറാണ്. ഏറ്റവും ഒടുവിലായും വ്യക്തമായ രീതിയിൽ കളി നടത്തുന്നു. ഇവിടെ ഗ്രൂപ്പിസത്തിന്റെ പ്രശ്നമൊന്നുമില്ല. ഉദാഹരണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാമല്ലോ, 100 സീറ്റുമായിട്ട് അധികാരത്തിൽ വരേണ്ടതായിരുന്നു നമ്മുടെ മുന്നണി. എന്താ വരാതിരുന്നത്? നിങ്ങൾക്കറിയാം, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരായിട്ട് ഒരു ആരോപണം വന്നു. ആരോപണം മാത്രമായിരുന്നത്, പക്ഷേ അത് റൌഫ് കേരളം മുഴുവൻ കൊണ്ടുകിടന്ന് കത്തിച്ചു. ബാലകൃഷ്ണപിള്ള ജയിലിനകത്തായി, അത് കേരളം മുഴുവൻ കിടന്ന് കത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ബാലകൃഷ്ണയുടെ മകൻ പത്തനാപുരത്ത് ജയിച്ചു, ഗണേഷ് കുമാർ.
കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള ആരോപണത്തിന് അവിടെ ഒരു കൺസൾട്ടേഷൻ വരികയും 20 സീറ്റിൽ അവർ ജയിച്ചു. പക്ഷേ UDF-നകത്ത് വന്നപ്പോൾ 100 സീറ്റ് കിട്ടേണ്ടിടത്ത് പല മണ്ഡലങ്ങളിലും ആ കാരണങ്ങളാൽ തോറ്റു. ഞാൻ പറഞ്ഞു വന്നത്, ഏതെങ്കിലും ഒരാൾ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയസാധ്യത മാത്രമല്ലല്ലോ കേരളത്തിൽ നമ്മളൊരു പൊതുവായ ഒരു ഇലക്ഷന് പോകുമ്പോൾ ഇലക്ഷൻ സ്വാഭാവികമായിട്ടും വ്യക്തമാക്കി പറഞ്ഞാൽ ഇവിടെ മാത്രമേ ഉള്ളൂ വിഷയങ്ങൾ, ഇവിടെ മാത്രമേ ഉള്ളൂ വിഷയങ്ങൾ. അഴിമതി, അദ്ദേഹം കാണുന്ന അഴിമതി നിങ്ങൾക്കറിയാമല്ലോ. ഈ കേരളത്തിൽ ഇപ്പോൾ റഹീം പറഞ്ഞതുപോലെയൊന്നുമല്ല, അഴിമതിയുടെ കാര്യത്തിലും പ്രകൃതി സംരക്ഷണത്തിന്റെ കാര്യത്തിലുമൊക്കെ VS-ഉം പിണറായി സഖാവും ഒക്കെ മിണ്ടാതിരുന്നപ്പോൾ പോലും പ്രതികരിച്ച ആളാണ് ശ്രീ VM. കേരളത്തിൽ ഇതുപോലുള്ള എതിർക്കപ്പെടേണ്ട വിഷയങ്ങളിൽ എതിർത്തില്ല എന്നുള്ളതല്ലല്ലോ പരാതി, എതിർത്തു എന്നുള്ളതാണ് പരാതി. എവിടെ CPM-ന്റെ? അപ്പോൾ ഇവിടുത്തെ പ്രശ്നം കേരളത്തിൽ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിസം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനം പിടിച്ചെടുക്കാനോ വേണ്ടിയിട്ട് VM ശ്രമിക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ നമ്മൾ പോകേണ്ടത് ഒരു ക്ലീൻ സ്ലേറ്റിലാണ്. ക്ലീൻ സ്ലേറ്റിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആരെയൊക്കെ മാറ്റാം, ആരൊക്കെ തുടരണം, ആരൊക്കെ നിന്നാൽ ജയിക്കും. ഇത് സ്വാഭാവികമായിട്ട് അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഷാർപ്പായി കൊണ്ട് കുത്തി വളർത്താൻ വേണ്ടിയിട്ട് KPC പ്രസിഡന്റ് ശ്രമിക്കുന്ന തരത്തിൽ ചർച്ച ചെയ്യണ്ട. ഇവിടുത്തെ വിഷയത്രേ ഉള്ളൂ. എന്താണ് പൊതു മാനദണ്ഡം? എന്താണ് സുധീരൻ പറയുന്ന മാനദണ്ഡം? കേരളത്തിൽ ഒന്ന് അഴിമതിയുടെ കാര്യത്തിൽ എന്താണ് സുധീരൻ പറയുന്ന മാനദണ്ഡം? ഡൽഹിയിൽ കോൺഗ്രസ് 3 തവണ ജയിച്ചതാണ്, പക്ഷേ തോറ്റു. എന്താ തോറ്റത്? കോമൺവെൽത്ത് ആരോപണവും 2G സ്പെക്ട്രവും ഒക്കെ പുറത്തു വന്നപ്പോൾ അഴിമതി ഒരു വിഷയമായി അണ്ണാ ഹസാരെ കൊണ്ടിറങ്ങി എന്ന് പറഞ്ഞ് ഇതിനകത്ത് കേരളത്തിൽ അഴിമതി ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞങ്ങൾ അഴിമതിക്കാർക്കെതിരായി ഒരു നിലപാടെടുത്തു എന്ന് ഒരു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ തലവനും പാർട്ടിക്കും പറയാനുള്ള സാഹചര്യം എത്ര ബാലിശമായിട്ടാണ് പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞത് നിഷ്കളങ്കമായി അദ്ദേഹം പ്രതികരിക്കായിരുന്നു. ഷബീർ എന്താണ് പറയുന്നത്? ഷബീർ ഒന്നും കൂടെ ആലോചിച്ചത് പറയില്ലോ. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരുടെ പ്രശ്നം എന്താ? തിരഞ്ഞെടുപ്പ് താല്പര്യം മാത്രമാണ്. അഴിമതി ഞാൻ പറയട്ടെ പ്ലീസ്, അഴിമതിക്കെതിരായി കോൺഗ്രസിന് ഒരു നിലപാടുണ്ടോ? ആ നിലപാടല്ലത്. തിരഞ്ഞെടുപ്പിൽ ഇത്രയധികം അഴിമതി നടത്തിയെന്ന് നഗ്നമായി തെളിയിക്കപ്പെട്ട ആൾക്കാരെ തിരഞ്ഞെടുപ്പിൽ നിർത്തിയാൽ കോൺഗ്രസ് ആകെ തോറ്റുപോകും അഴിമതിക്കെതിരായി നിങ്ങൾക്ക് നിലപാടുണ്ടോ? അഴിമതിക്കെതിരായി നിങ്ങൾക്ക് നിലപാടുണ്ടോ? ഇതാണ് വിഷയത്തിൽ ഞങ്ങളല്ലേ ഏതെങ്കിലും പ്രതികരണം നടത്തി? എന്ത് പ്രതികരണം നടത്തി? നിങ്ങൾ ചർച്ച ചെയ്യട്ടോ. നിങ്ങൾ ഇപ്പോഴും അറിയാലോ, സഖാവ് പിണറായിക്കെതിരായ കേസ് അടുത്ത മാസം എടുക്കാമെന്ന് ജസ്റ്റിസ് ഉബൈദ് പറഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾ വിചാരണ കൂടാതെ പുറത്തു നിർത്തിയ വിഷയത്തെ സംബന്ധിച്ച് അത് പറയട്ടെ. പിണറായി വിജയനെതിരായിട്ടുള്ള അഴിമതി ആരോപണത്തിന്റെ കേസ് തുടർ ചർച്ച വേണമെന്ന് പറഞ്ഞ് തുടർ ഹിയറിംഗ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഇപ്പൊ സ്പീഡായിട്ട് എടുക്കേണ്ട, അടുത്ത മാസം എടുക്കാം എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുക. നിങ്ങൾ പറയുകയാണ് ഇപ്പൊ എന്തിന് സഖാവ് പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കുക, നിങ്ങൾ അഴിമതിയെ കുറിച്ച് സംസാരിക്കുകയാണ്. ശരി, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇളമരം കരീമിന് സീറ്റ് കൊടുക്കാതിരുന്നത് നമുക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ കേരളത്തിൽ അഴിമതിയെക്കുറിച്ച് ധാർമ്മികപരമായി സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും പൊന്തി വരും. റഹീമേ, ഞങ്ങൾക്ക് അതിനകത്ത് ഭയമൊന്നുമില്ല. ഞങ്ങളിപ്പോൾ പറഞ്ഞത് അഴിമതി ആരോപണത്തിന് ഒരു ഇഷ്യൂ കേരളത്തിൽ ഉണ്ടായാൽ ആ ആരോപണം വരുമ്പോൾ ഈ അജണ്ടകൾ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അജണ്ടകൾ വരും. അപ്പോൾ ക്ലീൻ സ്ലേറ്റിൽ കാര്യങ്ങൾ നടക്കണം. അതിനുവേണ്ടി ഞങ്ങളുടെ പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവർ പറഞ്ഞ മറുവാദം ഉയർത്തിയ കാര്യത പിണറായി വിജയന്റെ കാര്യമാണ്. SLC ലാവനുമായി ബന്ധപ്പെട്ട് അടുത്തോ വിഷയമൊന്നുമില്ല, ഞാൻ പറഞ്ഞു. പിണറായി SLC ലാവനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. SLC ലാവനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിണറായി വിജയനെ കുറ്റാരോപിതനായി നിർത്തി ഈ തെരഞ്ഞെടുപ്പിന് നേരിടാനുള്ള അവസാനത്തെ ആയുധമാണ് 18ാമത്തെ ഇടവായിട്ട് അവർ നോക്കിയത്. ഞാനൊന്ന് പറയട്ടെ പിന്നെ ഷബീറെ, അത് പൊളിഞ്ഞു. പിന്നെന്താ പൊളിയാതെ? നിങ്ങൾക്കാകെ ഈ ചർച്ചയിൽ പറയാനുള്ള അതാണ്. നിങ്ങളുടെ നേതാക്കൾ ഈ അഴിമതി ആരോപണ വിധേയരായ മന്ത്രിമാർ അഴിമതി ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള തന്റെ അടുത്ത് നിങ്ങൾക്ക് ഇപ്പോഴില്ല. വേറെ പറയട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അഴിമതിയുടെ കാര്യത്തിൽ ജനങ്ങൾ പകൽ വിളിച്ച പോലെ വ്യക്തമാണല്ലോ. ഞാൻ പറഞ്ഞോട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 5 വർഷം ഭരിച്ചു. ഞങ്ങളുടെ മന്ത്രിമാർ ഏതെങ്കിലും ഒരാൾക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാനോ ആ അഴിമതി ആരോപണം നിങ്ങളുടെ മിഷനറി ഉപയോഗിച്ച് നിങ്ങളുടെ വിജിലൻസിനെ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരാളെ കുറ്റാരോപിതനായി ജയിലിലടയ്ക്കാനോ കുറ്റപത്രം കൊടുക്കാനോ നിങ്ങൾക്ക് കഴിഞ്ഞോ? കഴിഞ്ഞില്ലല്ലോ. 5 വർഷം
5 വർഷം, ആ 5 വർഷത്തെ സവിശേഷത എന്താ? ഞങ്ങളുടെ ഓരോ നേതാവിനെയും പ്രവർത്തകനെയും കള്ളക്കേസെടുത്ത് UAPA ചുമത്തി, കരുനിയമങ്ങൾ ചുമത്തി, ഇല്ലാത്ത കുറ്റങ്ങൾ പോലും ആരോപിച്ച് ജയിലിനകത്ത് ആക്കി. ആ വേട്ട നടന്നപ്പോൾ പോലും ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഷഫീർ, 5 വർഷം VS മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കെതിരെ നിങ്ങൾക്ക് ആരോപണം ഉന്നയിക്കാൻ അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? നിലപാട് അത് പറയൂ. ഇന്ത്യയിൽ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒറ്റ മന്ത്രിയേ ഉള്ളൂ, ബാലകൃഷ്ണപിള്ള. നിങ്ങളുടെ മുന്നണിയില അയാളുടെ മകനാണ് പത്തനാപുരത്ത് സ്ഥാനാർത്ഥി. ഇതേ KB ഗണേഷ് കുമാർ അഴിമതിക്കാരനാണ്, കൊള്ളക്കാരനാണ്. അഴിമതിക്കെതിരായി UDF-നെതിരായി ബാലകൃഷ്ണപിള്ള ഇപ്പൊ പുണ്യാളനാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടായപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബാലകൃഷ്ണപിള്ള ശുദ്ധനാണോ? ഞാൻ പറയട്ടെ, അദ്ദേഹത്തെ മുന്നോക്ക വികസന കോർപ്പറേഷന്റെ ചെയർമാനാക്കി ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത നിങ്ങളല്ലേ? അതുകൊണ്ടാണല്ലോ ഇവിടെ സുധീരൻ ഉന്നയിച്ച പല അഴിമതി ആരോപണം അല്ലെങ്കിൽ പൊളിഞ്ഞും തെളിഞ്ഞും ഉന്നയിച്ച പലരും ഇന്നൊരു പക്ഷേ നാളെയോ ഒക്കെ തന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടും. അപ്പോഴും ഈ വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. ഉന്നയിച്ചത് VM സുധീരനാണ്. എന്തായാലും ഈ പറഞ്ഞ പട്ടികളെല്ലാം തന്നെ മാറ്റം വരുത്താൻ സാഹചര്യവും കുറവാണ്. 1 or 2 അല്ലെങ്കിൽ സുധീരനടക്കം നാളെ വഴങ്ങാൻ പോകുന്നു. അപ്പോഴും ഉന്നയിച്ച വിഷയങ്ങൾ സുധീരൻ ഉന്നയിച്ച ഒരു KPCC പ്രസിഡന്റ് ആരോപണം ഉന്നയിച്ച സ്ഥാനാർത്ഥികളാണ് പല മണ്ഡലങ്ങളിലും വരുന്നത്. മനസ്സിലായി? അത് സ്വാഭാവികമായും UDF-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കല്ലുകടിയെ മാറില്ലേ? അല്ല, അതിനകത്ത് ഷഫീർ തന്നെ പറയാതെ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരു ഉദാഹരണം സൂചിപ്പിച്ചു. എന്തായിരുന്നു? കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വന്ന ആക്ഷേപം മുസ്ലിം ലീഗ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിച്ചു. അതേമാതിരി തന്നെ മറ്റ് ചില കാര്യങ്ങളും അങ്ങനെ കൺസോൾട്ടേഷനിൽ ഉപയോഗിച്ചു. കേരള കോൺഗ്രസ് Bക്കെതിരെ വന്ന്. പക്ഷേ ബാക്കി പ്രദേശങ്ങളിലൊക്കെ അത് ബാധിച്ചു. അതുകൊണ്ടാണ് 90 സീറ്റ് കിട്ടാനിടത്ത് 72 സീറ്റായി 70 സീറ്റായി ചുരുങ്ങിപ്പോയത് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ കഴിഞ്ഞ സർക്കാരിൻ്റെ കാര്യം. എന്നാൽ ഇത്തവണ എങ്ങനെയാണ് ഷഫീർ? അതേ വാദമുഖം ഞാൻ ഉന്നയിക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ സോളാർ കേസും ബാർക്കോഴ കേസും പോലെ കേസുകളുടെ ഭാഗമായി ധാരാളം അഴിമതി കേസുകൾ വന്നിരിക്കുന്നത് കൊണ്ട് മൊത്തത്തിൽ സാധ്യത കുറഞ്ഞിരിക്കുന്നു UDF-ന്. ആ സാധ്യതാ കുറവിനെ കുറെ കൂടി ഇൻറ്റൻസിഫൈ ചെയ്യുന്നു സുധീരൻ്റെ ഈ നിലപാട്. അതാണ് പരിശോധിക്കപ്പെടേണ്ടത്. എന്തുകൊണ്ട് അടൂർ പ്രകാശിനെതിരെ സുധീരൻ സംസാരിക്കുന്നു, എന്തുകൊണ്ട് ബാബുവിനെതിരെയും KC ജോസഫിനെതിരെ സംസാരിക്കുന്നു പറഞ്ഞാൽ ഈ കഴിഞ്ഞ കാലത്തിൽ അഴിമതി നടത്തിയ ഉമ്മൻചാണ്ടിയുടെ ആഭിമുഖ്യത്തിൽ വളരെ അടുത്ത് നിന്ന, അതിൻ്റെ ഒപ്പം നിന്ന ആളുകളാണ് ഇവരെല്ലാം. ഇതൊരു കോട്ടറിയായിരുന്നു. ആ കോട്ടറിയെയാണ് സുധീരൻ പിടിച്ചുലയ്ക്കുന്നത്. 2-3 ആൾക്കാരുടെ പേരിൽ ധാരണകൾ ഉണ്ടായാൽ പോലും നോക്കിക്കോ ഷഫീർ, എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഈ കാഹളം തുടങ്ങുന്ന സമയത്ത് കോൺഗ്രസിനകത്ത് തന്നെ ഈ അഴിമതി ആക്ഷേപത്തിന്റെ കാര്യങ്ങൾ പുറത്തേക്ക് വരും. ടെലിഫോൺ ലൈനിലുണ്ടല്ലോ ശ്രീ സലീമിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ജോൺ, ഇവിടെ അടൂർ പ്രകാശിന്റെ കാര്യം പരിശോധിച്ചാൽ ദില്ലിയിൽ നടക്കുന്ന ചർച്ചയിൽ ഐ ഗ്രൂപ്പിന്റെ വലിയ തോതിലുള്ള ഒരു പിന്തുണ പോലും ഇക്കാര്യത്തിൽ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ ലഭിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അടൂർ പ്രകാശിനെ സംബന്ധിച്ച് അവിടെ ഒരു സുധീരൻ പറഞ്ഞ രീതിയിലുള്ള വാദഗതി അംഗീകരിച്ച് അവിടെ നിന്ന് മാറ്റുകയായിരിക്കും ഒരു പക്ഷേ കോന്നി ആ മണ്ഡലം പരിശോധിച്ചു. കാരണം ഐ ഗ്രൂപ്പിൽ നിന്നുള്ള പിന്തുണ പൂർണ്ണ അർത്ഥത്തിൽ ലഭിക്കുന്നുണ്ടോ? അല്ല, ആരെ മാറ്റില്ല എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല. എങ്കിലും നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞിരുന്നാൽ ഈ അടൂർ പ്രകാശ് മാത്രമാണ് ഐ ഗ്രൂപ്പിൽ നിന്നും സുധീരൻ മാറ്റി നിർത്തണമെന്ന് പറയുന്നത്. വളരെ സജീവമല്ലെങ്കിലും AT ജോർജും ഉണ്ട്. അടൂർ പ്രകാശിനെ സംബന്ധിച്ചോളം അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കണം എന്നൊരു സ്റ്റാൻഡാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ തന്നെ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ ശ്രീ ചെന്നിത്തല ഉപയോഗിച്ചു വന്നത്. പക്ഷേ അതേസമയം ചെന്നിത്തലയുടെ പൊളിറ്റിക്സിനകത്ത് പ്രബലമായ A ഗ്രൂപ്പിൻ്റെ 3-4 പേരാണ് ഒഴിവാക്കപ്പെടുന്നത്. ആ ഗ്രൂപ്പിനകത്തൊരു ദൗർബല്യം അതി സംഭവിക്കും എന്ന് ചെന്നിത്തലയ്ക്ക് അറിയാം. ഇവിടുത്തെ പൊളിറ്റിക്സ് നോക്കുമ്പോൾ കോൺഗ്രസിനകത്ത് ആരാണോ ശക്തനാകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നടക്കുന്നത്. ആ ശക്തി സംഭരിക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയെ ഓവർടേക്ക് അല്ലെങ്കിൽ A ഗ്രൂപ്പിനകത്തൊരു തളർച്ച ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു നേട്ടം കുറച്ച് പങ്ക് ലഭിക്കുന്നത് ചെന്നിത്തലയായിരിക്കും. തൻ്റെ ഭാഗത്തുള്ള ഒരാൾ മാത്രം ഒഴിവാക്കപ്പെടുമ്പോൾ പകരം 5 അല്ലെങ്കിൽ 4 പേര് A ഭാഗത്ത് നിന്നും ഒഴിവാക്കപ്പെടുകയാണ്. പ്രമുഖന്മാരാണ് ഒഴിവാക്കപ്പെടുന്നത്. അത് ഇനിയിപ്പോൾ ആരെയൊക്കെയാണ് ഒഴിവാക്കുന്നതെന്നുള്ളത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. സുധീരനെ സംബന്ധിച്ചോളം അവസാന കാലഘട്ടത്തിൽ റവന്യൂ വകുപ്പിൽ നിന്നും ഉണ്ടായ
ചില ഉത്തരവുകൾ അത് അദ്ദേഹത്തെ വളരെയേറെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില നിലപാടുകൾ പറഞ്ഞപ്പോൾ അതിനെതിരെ ഫേസ്ബുക്കിൽ ശ്രീ അടൂർ പ്രകാശ് നേരത്തെ സബീർ പറഞ്ഞതിൻ്റെ കൂട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള കോന്നിയിൽ അദ്ദേഹം വളരെ സുരക്ഷിതനാണ്, അദ്ദേഹം മണ്ഡലത്തിൽ വികസന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ കാര്യങ്ങളായിരിക്കും അത്. പക്ഷേ മറ്റു മണ്ഡലങ്ങളിലെ ബാധിക്കും എന്നുള്ള അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകവുമുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ ശ്രീ അടൂർ പ്രകാശിനെ സുധീരൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം അവസാന കാലത്ത് അദ്ദേഹം ഫേസ്ബുക്കിനകത്ത് സുധീറിനെതിരെ വ്യക്തിപരമായ പരാമർശമുണ്ട്. അത് മനസ്സിലാകുന്ന രീതിയിൽ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയുള്ള പരാമർശങ്ങൾ ഒരുപക്ഷെ സുധീരനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷകർ കേരളത്തിൽ ഓരോരുത്തരെ പറ്റി, മന്ത്രിമാരെ പറ്റിയും സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കപ്പെട്ടവരെ പറ്റിയുള്ള അന്വേഷണം നടത്തുന്ന സമയത്താണ് ഇവിടെ ഓർഡറുകൾ വരുന്നതും ഇവിടെ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. അതിൽ കൃത്യമായ ഹൈക്കമാൻഡ് ഇതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചു കാണും, ലഭിക്കാതിരിക്കുകയില്ല. ഇവിടെ അതിനുള്ള AICC സംവിധാനങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറച്ച് പേരിലെങ്കിലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ പേരിലേക്ക് ചെന്നില്ലെങ്കിലും കുറച്ച് പേരിലെങ്കിലും ഒരു സ്ഥാനാർത്ഥി, നിർദ്ദേശിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ, പ്രമുഖന്മാർ, നമ്മൾ പ്രതീക്ഷിച്ചവർ പലരും മാറേണ്ടി വരും. ശ്രീ സലീം കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സലീം ടെലിഫോൺ ലൈനിൽ തുടരുക. അവസാനമായി ചർച്ചയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ ശ്രീ റഹീം, എന്തായാലും ഇത്തരം പ്രതിസന്ധികളൊക്കെ UDF-നെ കോൺഗ്രസിനെയൊക്കെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എന്തായാലും 2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക അവർ പ്രഖ്യാപിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ കാരണം KPCC പ്രസിഡന്റാണ് വിഷയങ്ങൾ, അഴിമതി ആരോപണങ്ങളൊക്കെ ഒരുപക്ഷെ ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനേക്കാൾ കൂടുതൽ മൂർച്ചയോടുകൂടി ഉന്നയിച്ച സാഹചര്യമാണ് ചർച്ചകൾക്കൊക്കെ തന്നെ ആധാരമാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്ലാനിങ് എങ്ങനെയായിരിക്കും? കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് എത്തിയ ഈ സ്ഥാനാർത്ഥി പട്ടിക 126 മണ്ഡലങ്ങളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ തന്നെ ജനമധ്യത്തിലേക്ക് എത്തിക്കുക? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ്. ഈ കേരളത്തിൽ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധം കടുത്ത അഴിമതി ആരോപണ വിധേയനായ ഒരു ഗവൺമെൻറ്റാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേരളത്തിലെ മുൻപ് ശ്രീ ഭാസ്കരേന്ദ്ര ബാബു സാറിനെ പോലെയുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകർ ഈ ചർച്ചയിൽ പാനലിലുണ്ട്. അവരൊക്കെ പറയട്ടെ, കേരളത്തിൽ ഒരിക്കലും ഇത്രയധികം കോടതികളിൽ നിന്ന് വിമർശനം നേരിടേണ്ടി വന്നൊരു സർക്കാർ ഉണ്ടായിട്ടില്ല. ഒന്നിലധികം മന്ത്രിമാർ, കൂടുതൽ മന്ത്രിമാർ വിമർശനം നേരിടുന്നു. ഇങ്ങനെ കടുത്ത വിമർശനം, അത് കോടതിയിൽ നിന്ന്, മാധ്യമങ്ങളിൽ നിന്നും ഒക്കെ. ഇവിടെ KPCC-യുടെയും AICC-യുടെയും എല്ലാം ഇടപെടലിന് വേണ്ടി ഒരുപാട് തവണ കേരളത്തിലെ ജനങ്ങൾ കാത്തു നിന്നിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ധാർഷ്ട്യവും ധിക്കാരം എല്ലാം നിയമവിരുദ്ധമായി ചെയ്തുകൊണ്ടിരുമ്പോൾ കോടതിയുടെ ഉത്തരവിനെയും പ്രതിഷേധങ്ങളെയും എല്ലാം അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോയ സന്ദർഭത്തിൽ KPCC-യുടെ ഇടപെടൽ, സുധീരൻ്റെ വാക്കിന് അല്ല AICC ഒന്നിടപെടും, ഇപ്പോൾ ഇടപെടും എന്നെല്ലാം കരുതി കാത്തിരുന്നു. പക്ഷേ ആ സന്ദർഭങ്ങളിലൊക്കെയും അഴിമതിയെ വെള്ളപൂശാനും അഴിമതിക്ക് സ്തുതി പാടാനുമാണ് KPCC-യും AICC-യും നിലപാടെടുത്തത്. ആ KPCC എങ്ങനെയാണ് ഇപ്പോൾ അഴിമതി എന്ന് പറയും? ഇതാണ് പ്രശ്നം. ഇത് തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നതിനുപരിയായിട്ട് ഇവിടെ സുധീരൻ്റെ കോൺഗ്രസിനുള്ള വ്യക്തി താല്പര്യമാണ്. അത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഒരു സംശയവുമില്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അഴിമതി വലിയൊരു പ്രശ്നമാണ്. അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഈ രാജ്യത്താകെ അഴിമതി വിരുദ്ധ സമരം ഉയർന്നു. ആ സമരം തന്നെയായിരിക്കും വരാൻ 2 വാക്കിൽ. കാരണം ഈ ഉന്നയിച്ച വിഷയങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും കോൺഗ്രസിൽ ഒരു സമരം ഉണ്ടെങ്കിലും അത് ഗ്രൂപ്പ് ദിശ വരും നാളുകളിൽ, കാരണം സുധീരനെ കേന്ദ്രീകരിച്ചടക്കം ഉണ്ടാകാൻ പോകുന്ന ചലനങ്ങൾ വളരെ ചുരുക്കി. അല്ല, സുധീരൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന 5 പേരുടെ കാര്യമുണ്ടല്ലോ. ഈ 5 പേരുടെ കാര്യത്തിൽ കുറഞ്ഞത് 2 അല്ലെങ്കിൽ 3 പേരെങ്കിലും സ്ഥാനചലനം വരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് പ്രതീക്ഷ. കാര്യം വെച്ചാൽ ഇപ്പം ഹൈക്കമാൻഡിന് അവരുടേതായൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം വെച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ 5 പേരിൽ അവരുടെ വിജയസാധ്യത നോക്കും. അവർക്ക് 5 പേർക്കും പൂർണ്ണമായും വിജയസാധ്യതയില്ല എന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ ചില മാറ്റങ്ങൾ വരും. അത് സുധീരൻ്റെ വിജയമാവുക തന്നെ ചെയ്യും. ഒരാളെ മാറ്റിയാൽ കൂടി അത് സുധീരൻ്റെ വിജയമായി തന്നെ അവതരിപ്പിക്കും. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ജോൺ തോമസ്, ഒപ്പം തന്നെ ഭാസ്കരേന്ദ്ര ബാബു, റഹീം, അഡ്വക്കേറ്റ് PA സലീം, അഡ്വക്കേറ്റ് BRM ഷെഫീർ.